ഹലോ കൂട്ടുകാരെ, ഞങ്ങൾ ഇന്നിവിടെ ഉള്ളത് മുത്തപ്പൻ്റെ മണ്ണിലാണ്. ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷിക്കാതെ വന്ന ഒരു വരവാണ് കേട്ടോ. ഒരു മാരേജ് ഫംഗ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്താണ് മുത്തപ്പൻ്റെ മണ്ണിലെത്തിയത്. പ്രതീക്ഷിക്കാതെ വന്നതുകൊണ്ട് തന്നെ അത്രയധികം എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പല വീഡിയോസിലും യൂട്യൂബേഴ്സിൻ്റെ പല വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളതാണ് മുത്തപ്പനെക്കുറിച്ച്. ഇതുവരെ നേരിട്ട് വരാൻ പറ്റിയൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പ്രതീക്ഷിക്കാതെ ഇങ്ങനൊരു വരവ് കണ്ടപ്പോൾ എന്താ പറയുക, ഭയങ്കര സന്തോഷം, അതിന് അത്രയധികം അത്ഭുതവും ഒക്കെ തോന്നിയ ഒരു നിമിഷം. മക്കളാണെങ്കിൽ തന്നെയും ഇത്രമാത്രം കടകൾ ഒരുമിച്ച് കണ്ട ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇത്രയും കടകളോ, ഏത് കടയിൽ കയറണം, എന്തെടുക്കണം എന്നൊക്കെ അറിയാൻ പറ്റാതെ ഓരോ കടയിലും മിഴിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്ന അവസ്ഥയായിരുന്നു രണ്ടു പേർക്കും. കുഞ്ഞുമക്കൾ തന്നെ അല്ല, ഞങ്ങൾ തന്നെ, ഞാനും അമ്മയാണെങ്കിലും ഓരോ കടയിലും കണ്ടിട്ട് എന്ത് ഭംഗിയാണ് കടകൾ തന്നെ എന്നുള്ളൊരവസ്ഥയാണ്. അങ്ങനെ നടന്ന് ഓരോ വഴിയോടെ കാഴ്ചകളും കണ്ട് ഒരുപാട് നായ്ക്കളെയും കണ്ട്, ഇത്രയധികം നായ്ക്കളോ എന്ന് ആലോചിച്ച് നടന്ന് ഓരോ കുഞ്ഞു കുഞ്ഞു കടകളാണെങ്കിലും ഓരോ കടയിലും ഓരോ തരം വ്യത്യസ്ത സാധനങ്ങളും, അതുപോലെ തിരക്ക് പറയാതിരിക്കാൻ പറ്റില്ല, നല്ല തിരക്കായിരുന്നു. അങ്ങനെ നടന്ന് ഞങ്ങൾ മുത്തപ്പൻ്റെ മണ്ണിലേക്ക്, മുത്തപ്പൻ്റെ ആർച്ച് കടന്ന് അകത്തേക്ക് കയറുവാണ്. ഇവിടെ വന്നിട്ടുള്ളവർക്കറിയായിരിക്കും, ഉള്ളിലേക്ക് മൊബൈൽ അലൗഡ് അല്ല. നമ്മൾ കാല് കഴുകുന്ന അവിടം വരെ അലൗഡുള്ളൂ. അപ്പോൾ അകത്തെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് ക്യൂ നിൽക്കുമ്പോൾ തന്നെ നല്ല തിരക്കായതുകൊണ്ട് കുറച്ച് നേരം നിന്നാണ് ക്യൂ കയറിയത്. പറശ്ശിനി മടപ്പുര ശ്രീ മുത്തപ്പൻ എന്ന് എഴുതിയതൊക്കെ വായിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ ഭയങ്കര സന്തോഷം, ഹൃദയം ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു. ആ മണ്ണിൽ കാല് ചവിട്ടിയപ്പോൾ ഉള്ള പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രമാത്രം സന്തോഷം. അങ്ങനെ ഞങ്ങൾ കാലൊക്കെ കഴുകാനായിട്ട് പടവുകളിറങ്ങി അവിടുത്തെ കാഴ്ചകളും ഒക്കെ കണ്ട് ബോട്ടിങ്ങും ഒക്കെ കണ്ടപ്പോൾ കുഞ്ഞു മക്കൾക്ക് തന്നെ ഭയങ്കര സന്തോഷം. നല്ല വഴുക്കലുള്ളത് കൊണ്ട് തന്നെ മക്കളുടെ രണ്ടുപേരെയും കൈപിടിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ എൻ്റെ കാലെടുക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് രണ്ടുപേരും നിൽപ്പുണ്ടായിരുന്നു. തിരക്കുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ബോട്ടിങ്ങും ഒക്കെ കണ്ട് ഉള്ളിലേക്ക് കയറി മുത്തപ്പനെ കണ്ട് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചിറങ്ങി. പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് അവിടെ തന്നെയുള്ളൊരു കുഞ്ഞ് ഹോട്ടലിൽ കയറി ഞങ്ങളെല്ലാവരും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചപ്പോൾ കുഞ്ഞുമക്കൾ എനർജിയായി. അങ്ങനെ ഞങ്ങൾ ഇനി കടകളിലാണ് അടുത്ത യുദ്ധം എന്ന രീതിയിൽ. മൂത്താൾ അങ്ങനെ ഒന്നിനു വേണ്ടി വാശി പിടിക്കുക അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും കുട്ടി സാധനങ്ങൾ, ഈ കീ ചെയിന്, മോതിരം, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ മതി. പക്ഷേ ഇളയ കുരുപ്പ് ആൾ ഇച്ചിരി വിളഞ്ഞതാണ്. എന്ത് കണ്ടാലും തൃപ്തി വരത്തില്ല, എന്തെടുത്താലും തൃപ്തി വരത്തില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു സാധനം എന്നുള്ള രീതിയിൽ ഈ കമ്മലിൻ്റെ കളക്ഷനൊക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ കണ്ണ് തള്ളിപ്പോയി. അതുപോലെ ഇത് ഈ ഇരിക്കുന്ന കണ്ടോ, കാണാൻ തന്നെ രസം തോന്നി. അങ്ങനെ ഒരു കൗതുകത്തിനെടുത്തതാണ് കേട്ടോ. അങ്ങനെ ഓരോ സെക്ഷനും വള, പൊട്ട്, ക്യൂടെക്സ്, അങ്ങനെയുള്ള കടകളിൽ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. ഒന്നും വിടാതെ എല്ലാ കടയിലും എൻ്റെ മക്കൾ രണ്ടും ഞങ്ങളെയും കൊണ്ട് കയറി ഇറങ്ങി. അവരോടൊപ്പം തന്നെ ചേട്ടനായാലും അമ്മയായാലും ഓരോ കടയിലും കയറി ഇറങ്ങുന്നുണ്ട്. ഇതിന് കൂട്ടത്തിൽ ഞാനും കയറി ഇറങ്ങുന്നുണ്ട്. വീഡിയോസൊക്കെ എടുക്കണ്ടേ. അങ്ങനെ ഈ ബാഗുകളുടെ കളക്ഷനൊക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൗതുകമാണ് തോന്നിയത്. പല വെറൈറ്റി വേർഷനുള്ള ബാഗുകളൊക്കെ. അങ്ങനെ കീശ കാലിയാക്കാനായിട്ട് ഞങ്ങൾ 4-5 പേരും കൂടി ഇറങ്ങി. അങ്ങനെ ഒരു കടയിൽ കയറിയപ്പോഴാണ് കേട്ടോ കൃഷ്ണൻ്റെ ഇങ്ങനത്തെ പല വലിപ്പത്തിലുള്ള വിഗ്രഹങ്ങളൊക്കെ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ അത്ഭുതം തോന്നിപ്പോയി. ഇങ്ങനെ ഇത്രയും ഭംഗിയായിട്ട് കൃഷ്ണ വിഗ്രഹമൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരെക്കുറിച്ചൊക്കെ നമ്മൾ ഓർത്തുപോയി. അങ്ങനെ ലാസ്റ്റ് ഒരു കടയിൽ കയറി കുഞ്ഞിപ്പെണ്ണിന് ഇഷ്ടപ്പെട്ട ഒരു കിച്ചൺ സെറ്റ് പോലൊരു സാധനം അത് വാങ്ങിച്ചു. അങ്ങനെ മുത്തപ്പൻ്റെ ഒരു മുത്തുക്കുടയോടുള്ളൊരു കുട്ടി വിഗ്രഹം പോലെ അത് വാങ്ങിച്ചു, കാറിലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഒരു ഡബിൾ സൈഡ്സ് ടേപ്പൊക്കെ ഒട്ടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതൊരെണ്ണം വാങ്ങിച്ചു. കുഞ്ഞുമോൾ ഒരു മാലയോ ലോക്കറ്റ് പോലത്തെ അതൊക്കെ വാങ്ങി. അങ്ങനെ ഈ കടകളിൽ ഒക്കെ കയറി ഒരു ഗണപതി വിഗ്രഹമൊക്കെ വാങ്ങി ഞങ്ങൾ മുത്തപ്പൻ്റെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. ഒരുപാട് സന്തോഷം തോന്നിയൊരു യാത്ര. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.